രാജ്യത്ത് സ്ഫോടനം നടത്താനുള്ള സാധ്യത ഉണ്ടെന്ന് കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോ വ്യക്തമാക്കുകയാണ്. 2 ദിവസത്തിനു മുമ്പാണ് ഡൽഹിയിൽ സ്പെഷ്യൽ സെൽ ISIയുടെ പിന്തുണയുള്ള 9 ഭീകരരെ ഡൽഹി പോലീസ് അതിസാഹസികമായി പിടികൂടിയത്. അവർ ഡൽഹിയിലും മുംബൈയിലും അടക്കം ഒരു ഭീകരാക്രമണം നടത്താനായിട്ട് എത്തിയതാണ്. അതും ദാവൂദ് ഇബ്രാഹിമിന്റെ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ. പ്രതികളെ ചോദ്യം ചെയ്യുന്നതിൽ നിന്നാണ് BJPയുടെ ഓഫീസ് ഉൾപ്പെടെ ആക്രമിക്കാനും ചില VVIPകളെ ആക്രമിക്കാനും ലക്ഷ്യം പാകിസ്ഥാൻ ഇട്ടിരുന്നതായി വ്യക്തമായത്. രാജ്യ തലസ്ഥാനത്തെ BJPയുടെ ഓഫീസ്, അതായത് ഡൽഹിയിലുള്ള BJPയുടെ ദേശീയ ആസ്ഥാനത്തിന് നേരെ ഗുരുതരമായ രീതിയിൽ ഒരു ഭീകരാക്രമണം ഭീഷണി ഉണ്ടെന്ന് ഇന്റലിജൻസ് ബ്യൂറോയുടെ മുന്നറിയിപ്പിനെ തുടർന്ന് സുരക്ഷാ ക്രമീകരണങ്ങൾ അതീവ ശക്തമാക്കിയിരിക്കുകയാണ്. ഡൽഹി ദീൻ ദയാൽ ഉപാധ്യായ മാർഗിലുള്ള BJP കാര്യാലയത്തിൽ ഡൽഹി പോലീസ്, അതോടൊപ്പം തന്നെ CRPF, മറ്റ് അർദ്ധ സൈനിക വിഭാഗങ്ങൾ എന്നിവരുടെ അധിക സേനയാണ് നിലവിൽ വിന്യസിച്ചിരിക്കുന്നത്. ഓഫീസിലേക്ക് എത്തുന്ന ഓരോരുത്തരെയും കൃത്യമായ സുരക്ഷാ പരിശോധനകൾക്ക് വിധേയമാക്കിയ ശേഷമാണ് കടത്തിവിടുന്നത്. നേരത്തെ ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്ത നേപ്പാൾ സ്വദേശികൾ അടക്കമുള്ള 9 ഭീകരരെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് ഈ ഭീതിജനകമായ വിവരങ്ങൾ പുറത്തുവന്നത്. പാകിസ്ഥാൻ ഭീകരവാദ സംഘടനകളുമായും അധോലോക നായകൻ ദാവൂദ് ഇബ്രാഹിമിന്റെ ഡി കമ്പനിയുമായും ഇവർക്ക് അടുത്ത ബന്ധമുണ്ടെന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഡി കമ്പനിയും ചാരസംഘടനയായ ISIയും സംയുക്തമായി ചേർന്ന് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ വലിയ തോതിലുള്ള സ്ഫോടനങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിനിടയിലാണ് ഭീകരർ പിടിയിലായത്. ഡൽഹിയിലെ ചില തന്ത്രപ്രധാന കേന്ദ്രങ്ങൾ, പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളുടെ ഓഫീസുകൾ, സൈനിക തലവന്മാർ എന്നിവരെയായിരുന്നു ഈ ഭീകരർ പ്രധാനമായും ലക്ഷ്യമിട്ടിരുന്നത്. ഇന്റലിജൻസ് വിഭാഗം നൽകിയ അതീവ ഗുരുതരമായ ഈ മുന്നറിയിപ്പിന്റെ അടിസ്ഥാനത്തിൽ BJP ഓഫീസിനെ ലക്ഷ്യമിട്ട് കൃത്യമായ ഭീകരവാദ സംഘടന ഏതാണെന്ന് കണ്ടെത്താനായി രാജ്യത്തെ പ്രമുഖ രഹസ്യാന്വേഷണ ഏജൻസികൾ ഇപ്പോൾ വിപുലമായ അന്വേഷണം നടത്തിവരികയാണ്. സുരക്ഷ ശക്തമാക്കിയതിൽ പ്രധാനമായും ഡൽഹി പോലീസ്, സുരക്ഷാ ഏജൻസികൾ, ബോംബ് സ്ക്വാഡുകൾ, സ്നൈഫർ ഡോഗ് യൂണിറ്റുകൾ, ക്വിക്ക് റിയാക്ഷൻ ടീമുകൾ എന്നിവ അടങ്ങിയ ഒരു വലിയ ടീം തന്നെ ഡൽഹിയുടെ BJP ഓഫീസിന് സമീപവും സർക്കാർ സ്ഥാപനങ്ങളിലും നിലയുറപ്പിച്ചിട്ടുണ്ട്. ഉൾപ്പെടെ ഡൽഹിയിലെ ചില സെൻസിറ്റീവ് കേന്ദ്രങ്ങളിൽ അധിക സുരക്ഷ ഏർപ്പെടുത്തിയതായി റിപ്പോർട്ടുകളുണ്ട്. ഓപ്പറേഷൻ സിന്ദൂരിൽ ഇന്ത്യ പാകിസ്ഥാന്റെ തന്ത്രപ്രധാന മേഖലകളെല്ലാം തന്നെ അടിച്ചു തകർത്തിരുന്നു. ഇന്ത്യയെ തിരിച്ചാക്രമിച്ചു എന്നൊക്കെ പാകിസ്ഥാനിൽ ഒരു അവകാശവാദം ഉന്നയിച്ചിരുന്നുവെങ്കിലും ഇന്ത്യ കൃത്യമായി തന്നെ അതിന്റെ തെളിവ് സഹിതം പുറത്തുവിട്ട് പാകിസ്ഥാൻ പറയുന്നത് പച്ച നുണയാണ്, നമ്മുടെ ഒരു സ്ഥലങ്ങളും പാകിസ്ഥാൻ ആക്രമിച്ചിട്ടില്ല എന്ന് ഇന്ത്യ തന്നെ തെളിയിക്കുകയും ചെയ്തു. അത് പാകിസ്ഥാന് വലിയൊരു നാണക്കേടായി. അപ്പോൾ ഇന്ത്യയുടെ ഏതെങ്കിലും ഒരു ഭാഗം ആക്രമിക്കുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. രണ്ടാമത്, ദുരന്തർ സിനിമ ഇറങ്ങിയതിനു ശേഷം ദാവൂദ് ഇബ്രാഹിം മരണത്തോട് മല്ലടിച്ചുകൊണ്ട് കിടക്കുന്നു. ഏത് നിമിഷം വേണമെങ്കിലും ദാവൂദ് ഇബ്രാഹിം മരിക്കാം എന്നൊരു അവസ്ഥയിലേക്കാണ് ദുരന്തർ സിനിമ ചിത്രീകരിച്ചിട്ടുള്ളത്. അത് ദാവൂദിന് വലിയ രീതിയിലുള്ള ഒരു നാണക്കേട് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ മുംബൈയിലും അതോടൊപ്പം തന്നെ ഡൽഹിയിലും പ്രധാന കേന്ദ്രങ്ങളടക്കം ഒരു ഭീകരാക്രമണം നടത്തി ഞാൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് എന്ന് തെളിയിക്കാൻ വേണ്ടി ഒരു നീക്കം ദാവൂദ് ഇബ്രാഹിം നടത്തുന്നുണ്ട് എന്ന് ഇന്റലിജൻസ് ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതീവ ജാഗ്രതയിലാണ് ഡൽഹിയും മുംബൈയും അടക്കമുള്ള സ്ഥലങ്ങൾ.